മാത്സ് ക്ലാസ് 10 ചാപ്റ്റർ 22 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗോണോമെട്രി പാർട്ട് 1. ഇതിൽ നമ്മൾ ട്രിഗോണോമെട്രിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് ട്രിഗോണോമെട്രി നോക്കാം. ഇവിടെ നമ്മൾ ഒരു RHS അഥവാ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ നമുക്കറിയാം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന് ഒരു ഹൈപ്പോട്ടനസ് ഉണ്ടാവും, ലെഗും ബേസും ഉണ്ടാവാറുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ സി എന്നുള്ളത് ഒരു അക്യൂട്ട് ആംഗിളാണ്. ദെൻ AB എന്നുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളാണ്. അതേപോലെ എ എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് BC എന്നുള്ളത്. ബി എന്നുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് AC എന്നുള്ളത്. ഇവിടെ ഇത് ഓപ്പോസിറ്റ് സൈഡ് എ ആണ്, BC എന്നുള്ളത്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ റേഷ്യോകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വി നോ ഡിഫൈൻ സർട്ടൺ റേഷ്യോസ് ഇൻവോൾവിംഗ് ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ കാൾഡ് ട്രിഗോണോമെട്രിക് റേഷ്യോസ്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഓരോ റേഷ്യോകൾ, ഓരോ സൈഡുകളുടെയും റേഷ്യോകൾ ഡിഫൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രിഗോണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. അഥവാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളുകളും ഓരോ സൈഡുകളും അതിൻ്റെ റേഷ്യോ പറയുന്നതിനാണ് നമ്മൾ ട്രിഗോണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. ദ ട്രിഗോണോമെട്രിക് റേഷ്യോസ് ഓഫ് എ ആംഗിൾ എ ഇൻ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ABC ആർ ഡിഫൈൻഡ് ആസ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു ട്രിഗോണോമെട്രിക് റേഷ്യോകൾ നമുക്ക് പറയാൻ സാധിക്കും. സൈൻ എ എന്ന് പറയുമ്പോൾ സൈൻ എ എന്ന് പറയുന്നത് എന്തിനാണ്? സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടെ BC ബൈ AC ആണ് വരിക. ഇതിൻ്റെ ആംഗിൾ എ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആകുമ്പോൾ BC പിന്നെ ബൈ ഹൈപ്പോട്ടന്യൂസ് ആകുമ്പോൾ BC ബൈ AC. ഇതിനാണ് നമ്മൾ സൈൻ എ എന്ന് പറയുന്നത്. ഇനി കോസിൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് അഡ്ജസൻറ്റ് ടു ആംഗിൾ എ എന്നോട് അഡ്ജസൻ്റ് ആയ ആംഗിളും ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ AB ബൈ AC. ആംഗിൾ എനോട് അഡ്ജസൻ്റ് ആയി വരുന്ന ആംഗിളുകൾ AB എന്നുള്ളത് ഒരു അഡ്ജസൻ്റ് ആണ്, അതേപോലെ AC എന്നുള്ള ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, പിന്നെ ടാൻജൻറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ഡിവൈഡ് ബൈ സൈഡ് അഡ്ജസൻറ്റ് ടു ആംഗിൾ എ. ആംഗിൾ എനോട് ഓപ്പോസിറ്റ് സൈഡും ആംഗിൾ എനോട് അഡ്ജസൻറ്റ് സൈഡുകൾ പരസ്പരം ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ടാൻജൻറ്റ് എ എന്ന് പറയുന്നത്, അഥവാ BC ബൈ AB ആണ് തൊട്ട് മുമ്പുള്ള ഉദാഹരണത്തിൽ. അതേപോലെ സെക്കൻഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ AC ഡിവൈഡ് ബൈ BC ആണ് വരുന്നത്. അതേപോലെ സീക്കൻഡ് എ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ സൈഡ് അഡ്ജസൻറ്റ് ടു ആംഗിൾ എ അഥവാ AC ബൈ AB എന്നുള്ളതാണ്. കോട്ടാൻജൻറ്റ് എ എന്ന് പറഞ്ഞാൽ സൈഡ് അഡ്ജസൻറ്റ് ടു ആംഗിൾ എ ബൈ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ എന്നുള്ളതാണ്. ഇത് നമുക്കൊരു ഉദാഹരണം സൈഡ് നോക്കാം. നമ്മൾ തൊട്ട് മുമ്പ് നമ്മളിപ്പോൾ ഒരു 6 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 6 3 റെസിപ്രോക്കലുകളാണ് മറ്റ് 3 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സൈൻ പറഞ്ഞു കഴിഞ്ഞാൽ BC ബൈ AC ആണ്. അപ്പോൾ കോസ് എന്ന് പറഞ്ഞാലോ AC ബൈ BC ഇതിൻ്റെ നേരെ റെസിപ്രോക്കലാണ്. ഇവിടെ കോസ് എന്ന് പറഞ്ഞാൽ കോസിൻ്റെ നേരെ റെസിപ്രോക്കലാണ് സെക്ക് വരുന്നത്, AB ബൈ AC അഥവാ AC ബൈ AB. ഓക്കെ, ടാനും കോട്ടും നേരെ റെസിപ്രോക്കലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഒബ്സർവ് ഹിയർ ദാറ്റ് ദ സൈൻ and cos O are the reciprocal of each other. Similarly, cot O and sec O are respectively reciprocal of tan O and cos O. നമുക്കൊരു ഉദാഹരണ സഹിതം ഇവിടെ പറയാം. തൊട്ട് മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഉദാഹരണ സഹിതം പറയുന്നത്. Thus, in right angled triangle ABC, AB is equal to 4 cm, BC is equal to 3 cm and AC is equal to 5 cm. ഇതിൽ സൈന് പിന്നെ കോസ്, ടാൻ, കോസക്ക്, സെക്ക്, കോട്ട് ഇതൊക്കെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സൈൻ എന്ന് പറഞ്ഞാൽ BC ബൈ AC ആണ്. BC ഇവിടെ വരുന്നത് BC ബൈ AC. ഓക്കെ, അപ്പോൾ 3/5 ആണ് പിന്നെ സൈൻ ഇതിൽ. അതേപോലെ കോസ് പറഞ്ഞാൽ AB ബൈ AC ആണ്. AB ബൈ AC, AB ഇതും AC ഇതുമാണ്. അപ്പോൾ AB 4 cm,
എ സി എന്നുള്ളത് 5 സെൻറ്റിമീറ്റർ ബൈ. പിന്നെ ടാൻ ഒ എന്ന് പറഞ്ഞാൽ ബി സി ബൈ എ ബി ആണ്. ബി സി എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 സെൻറ്റിമീറ്ററും ബൈ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെൻറ്റിമീറ്ററാണ് 3/4. അതെ കോസക്ക് എന്ന് പറഞ്ഞാൽ എ സി ബൈ ബി സി, എ സി 5 സെൻറ്റിമീറ്ററും ബി സി 3 സെൻറ്റിമീറ്ററുമാണ് ഉള്ളത്. അതേപോലെ സെക്ക് എന്ന് പറഞ്ഞാൽ എ സി ബൈ എ ബി 5/4, ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എ ബി ബൈ എ ബി സി അഥവാ 4/3. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ ഉദാഹരണത്തിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. സൈൻ എന്താണ്, കോസ് എന്താണ്, കോസൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഒന്നുകൂടി വിശദീകരിച്ച് തരുന്നത്. സൈൻ എന്ന് പറഞ്ഞാൽ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ എക്കാണ് നമ്മൾ സൈഡ് ബൈ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ചെയ്യുന്നതാണ് സൈൻ എ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കോസ് എ പറഞ്ഞാൽ സൈഡ് അഡ്ജസ്റ്റൻറ്റ് ടു ആംഗിൾ എ ബൈ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ഡിവൈഡഡ് ബൈ സൈഡ് അഡ്ജസ്റ്റൻറ്റ് ടു ആംഗിൾ എ. Cosec A is equal to hypotenuse divided by side opposite to angle A. Sec A is equal to hypotenuse divided by side hypotenuse divided by side adjacent to angle A, and cot A is equal to side adjacent to angle A by side opposite to angle A. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ റിമാർക്സ് ആണ് ഇവിടെ പറയുന്നത്. ഒരു ഉദാഹരണം കൂടെ നോക്കാം. In figure 22.6 triangle ABC is a right angle triangle and at ബിയിലാണ് റൈറ്റ് ആംഗിൾ വരുന്നത്. If AB is equal to 5 cm, BC is equal to 12 cm and AC is equal to 13 cm. Find the value of tan C, cosec C and sec C. ഇതിലൊക്കെ ടാന് കോസക്ക് സി ആംഗിളിൻ്റെ ടാന് കോസക്ക് സെക്ക് ഇതൊക്കെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് അഥവാ എ ബി. അതേപോലെ സൈഡ് അഡ്ജസ്റ്റ് ടു ആംഗിൾ സി ഡിവൈഡഡ് ബൈ വരുന്നത് ആംഗിൾ സീനോട് അഡ്ജസൻ്റായി വരുന്ന സൈഡാണ് അഥവാ ബി സി ആണ് അഡ്ജസൻ്റായി വരുന്നത്. ഓക്കെ, ഇതിനോട് അഡ്ജസൻ്റായി വരുന്നത്. അപ്പോൾ എ ബി ബൈ ബി സി പറഞ്ഞാൽ 5/12 ആണ് ഇതിൽ ടാൻ. കോസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ സി. ഹൈപ്പോട്ടന്യൂസും ആംഗിൾ സീനോട് ഓപ്പോസിറ്റ് വരുന്ന സൈഡുമാണ്. അപ്പോൾ ബി എ സി ബൈ എ ബി ആണ് 13/5. സെക്ക് സി എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ സൈഡ് അഡ്ജസ്റ്റൻറ്റ് ടു ആംഗിൾ സി, അപ്പോൾ എ സി ഡിവൈഡ് ബൈ ബി സി 13/12 എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ O and cot O and sec O from figure 22.7. ഇതിന്ന് ഈ വാല്യൂസൊക്കെ കണ്ടെത്താനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സൈൻ O എന്ന് പറഞ്ഞാൽ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ ഓടിനോട് നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ബി സി എന്നുള്ളതും. അതേപോലെ ഹൈപ്പോട്ടനസ് ഇതിൽ എ സി ആണ്. ബി സി ബൈ എ സി ഈസ് ഈക്വൽ ടു 20/29 ആണ്. പിന്നെ കോട്ട് O ഈസ് ഈക്വൽ ടു സൈഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ആംഗിൾ O ആൻഡ് സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ O അഥവാ എ ബി ബൈ ബി സി അഥവാ 21/20. പിന്നെ സെക്കോ ഹൈപ്പോട്ടന്യൂസ് ബൈ സൈഡ് അഡ്ജസൻറ്റ് ടു ആംഗിൾ O എ സി ബൈ എ ബി അഥവാ 29/21 ആണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.